ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് മുഖത്തുള്ള കരിമാംഗല്യം, അതേപോലെ തന്നെ കറുത്ത പുള്ളികൾ, കറുത്ത പാടുകൾ, ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കരിമാംഗല്യം മാറാനുള്ള റെമഡി. അത് ഓൾറെഡി ഒന്നിട്ടിട്ടുണ്ട് ഞാൻ. അത് പറ്റാത്തവർക്കുള്ള അടുത്ത റെമഡിയാണ് ഇത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചിരകിയെടുത്താൽ, ഇനി ഇതുപോലെ ചിരകിയെടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് അടിച്ചെടുക്കുക. പക്ഷെ അങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുന്നതും ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്റ്റ് ഇതിൻ്റെ സ്റ്റാർച്ചും വെള്ളവും സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ കിട്ടും. മറ്റങ്ങനെ ചെയ്താലും കിട്ടായികയൊന്നുമില്ല, പക്ഷേ കുറവേ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന അളവ് വളരെ കുറവായത് കൊണ്ട് തന്നെ പൊട്ടാറ്റോൻ്റെ സ്റ്റാർച്ച് കുറവേ കിട്ടും. നല്ല രീതിയിൽ സ്റ്റാർച്ച് ഒരുപാട് സ്ഥലത്ത് കരിമാങ്കിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പൊട്ടാറ്റോ തന്നെ, ഉരുളക്കിഴങ്ങ് തന്നെ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറുകി എടുത്തതിന് ശേഷം നീരെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലും മാത്രം അതിനനുസരിച്ചിട്ടുള്ള സ്റ്റാർച്ച് കിട്ടും. എത്രത്തോളം സ്റ്റാർച്ച് വേണോ അത്രത്തോളം പൊട്ടാറ്റോൻ്റെ നീര് നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രം അത്രത്തോളം സ്റ്റാർച്ച് നമുക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് ചെറുകി എടുത്തതിന് ശേഷം ഇങ്ങനെ ചെറുകി എടുത്താലുള്ള ഗുണം എന്തെന്നാന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടും. കണ്ട, ജസ്റ്റ് ഒന്ന് അതെടുത്തിട്ടൊന്ന് പ്രസ് ചെയ്താൽ നീര് നല്ലോണം കിട്ടും. പക്ഷേ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചാൽ നമുക്ക് അരിപ്പയിൽ കൂടി നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പോൾ ഇത് ഇനി ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളവും സ്റ്റാർച്ചും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ അതിൻ്റെ പൊട്ടാറ്റോൻ്റെ ജ്യൂസും സ്റ്റാർച്ചും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. 10 മിനിറ്റ് നമ്മളിങ്ങനെ അനക്കാണ്ട് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കും ഒരു വെള്ള കളർ പൊടി. അതാണ് നമുക്ക് വേണ്ടത് സ്റ്റാർച്ചായിട്ട്. ഇനി ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി, 1/2 ടീസ്പൂണ് കോഫി പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എടുക്കുന്ന കോഫി പൗഡർ ബ്രൂവിൻ്റെ കോഫി പൗഡർ ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ബ്രൂ കോഫി ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക. പിന്നെ വേണ്ടത് നമ്മുടെ പൊട്ടാറ്റോൻ്റെ ജ്യൂസാണ്. ഇനി കോഫിയൊന്നും ഇല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ എവിടെയാണോ നിങ്ങൾക്ക് കരിമാങ്കല്യെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫേസ് പാക്ക് പോലെ മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ സൺ ടാൻ മാറാൻ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഒരുവിധം എല്ലാ മുഖത്തിൻ്റെ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണിത്. ഇതിൽ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് അലർജി ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എവിടെയാണോ തേക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു ഭാഗത്ത് നമ്മൾ 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കരിമാങ്കലുള്ളവരാണെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഭാഗത്ത് മാത്രം തേച്ച് കൊടുത്താലും മതി. എല്ലാം ഇനി ഫേസ് മൊത്തം തേക്കേണ്ടവർക്കാണെങ്കിൽ ഫേസ് മൊത്തം ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്ത് ഒരു മാസം 1.5 മാസം കണ്ടിന്യൂസ് ചെയ്യുമ്പം തന്നെ മുഖത്തെ നിറം വർദ്ധിക്കാനും തിളക്കം കൂടാനും എല്ലാം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നോക്ക്, ഞാനൊരു 25 മിനിറ്റ് ഫേസിലേക്ക് വെച്ചിട്ടുണ്ട്. 25 മിനിറ്റിന് ശേഷം നമ്മളിത് കഴുകിക്കളിയാണ് ചെയ്യേണ്ടത്. പിന്നെ എന്നോട് ഒരുപാട് ചോദിക്കാറുണ്ട് നിങ്ങളെന്താ ഫേസിൽ കാണിക്കാത്തത് എന്നുള്ളത്. ഞാനിടുന്ന എല്ലാ വീഡിയോസും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ മുന്നിൽ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഫേസിലിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫേസിലിട്ടാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നമുക്ക് എത്രമാത്രം ഇതിനെക്കൊണ്ട് റിസൾട്ട് കിട്ടുന്നുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുഖത്തേക്ക് ഇട്ട് നോക്കിയാൽ മതി. കൈയിനേക്കാൾ അടിപൊളി റിസൾട്ടാണ് മുഖത്ത് കിട്ടുക. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്. റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.